ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇസ്താൻബുളിലെ ടർക്കിയുടെ ഇസ്താൻബുളിൽ നമ്മൾ ടേക്ക് ഓഫിനായിട്ട് കാത്തു നിൽക്കുന്ന രസകരമായൊരു കാഴ്ചയാണ്. സാധാരണ നമുക്ക് വിൻഡോ സീറ്റാണ് കിട്ടാറ്. ഇപ്രാവശ്യം എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഫോർവേഡ് ക്യാമറ ഇവരുടെ കാണാനായിട്ട് വെച്ചു. അതിന് കുറച്ച് ഉള്ള ദൃശ്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്യാൻ ലേറ്റായി. പിന്നെ ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞ് രസകരമായി തോന്നിയപ്പോഴാണ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് നമ്മൾ പല ബിസി ആയിട്ടുള്ള എയർപോർട്ടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും രസകരമായൊരു കാഴ്ച നമ്മൾ ആദ്യമായിട്ടും കാണുന്നത്. ശരിക്കും എനിക്ക് തോന്നിയത് നമ്മളിങ്ങനെ കാറിൽ പോകുമ്പം അവിടുന്ന് ഇവിടുന്നൊക്കെ വണ്ടികൾ വരുന്ന ആ ഒരു ഫീലിംഗാണ് എനിക്ക് തോന്നിയത്. നമ്മളിങ്ങനെ ടേക്ക് ഓഫിന് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മുമ്പിലുള്ള പ്ലെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാൻസ് നമുക്കാന്ന് വിചാരിക്കും. അപ്പോഴായിരിക്കും സൈഡിൽ നിന്ന് ഒരാൾ വരുന്നത്. അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ലാൻഡ് ചെയ്യുന്നുണ്ട്, ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മുമ്പ് കൂടെ പലതും ഇങ്ങനെ ക്രോസ്സായി പോകുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും മനോഹരമായൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ലോകത്തിലെ പല ബിസി ആയിട്ടുള്ള എയർപോർട്ടുകളിലും ലണ്ടൻ, ന്യൂയോർക്ക് അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ലണ്ടനിലൊക്കെ നമ്മൾ ഒരിക്കൽ നമ്മുടെ 18ാമത്തെ പ്ലെയിനായിരുന്നു ലൈനായിട്ട് ഇങ്ങനെ, അതെല്ലാം നല്ല ഭംഗിയിൽ ലൈനായിട്ടിങ്ങനെ നിന്ന് ഓരോരുത്തരായിട്ട് ടേക്ക് ഓഫ് ചെയ്യായിരുന്നു. പക്ഷേ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇപ്പം നമ്മളിപ്പോൾ പോകുന്നു, അപ്പോൾ ഇതാ സൈഡിൽ നിന്ന് ഒരാൾ വരുന്നു. ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ പ്ലെയിനുകൾ വരുന്ന കാഴ്ച ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നത്. വേറെ എത്ര എയർപോർട്ടുകളിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ഇസ്താൻബുളിലെ എയർപോർട്ടിൽ നമ്മൾ ടേക്ക് ഓഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അപൂർവമായ ദൃശ്യം എന്ന് തന്നെ പറയും. പക്ഷേ ഇത് കുറച്ച് ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തില്ല. പക്ഷെ അപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് നഷ്ടമായി. എന്നാലും പിന്നീട് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നവരെയുള്ള ഇത് ഞാൻ റെക്കോർഡ് ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും മറക്കരുതേ. ഞാൻ എൻജോയ് ചെയ്തതുപോലെ തന്നെ